മഹാലക്ഷ്മി സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ 7-ാം മാസത്തെ ചടങ്ങ് പ്രമാണിച്ച് മഹാലക്ഷ്മി തിരിച്ച് കമലേശ്വരം തറവാട്ടിലേക്ക് പോകുന്നു. കണ്ണൻ്റെ ആഗ്രഹമാണ് 7-ാം മാസത്തെ ചടങ്ങ് എന്തായാലും സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ നടത്തിയാൽ മതി. ഇപ്പം മഹിയാണെങ്കിൽ നിൽക്കുന്നത് അനന്തുവിൻ്റെ ലേഖയുടെ വീട്ടിലാണല്ലോ. സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ശത്രുക്കളാണ് കൂടെ നിൽക്കുന്നത്. അവരേത് നിമിഷവും എങ്ങനെ വേണമെങ്കിലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും തൻ്റെ ഭാര്യയും അപായപ്പെടുത്തും എന്നുള്ള പേടിയിലാണ് മഹിയെ അനന്തുവിൻ്റെ ലേഖയുടെയും വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അവിടെയാകുമ്പോൾ കണ്ണന് മറ്റൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം അമ്മ എങ്ങനെയാണ് ഒരു മകളെ പരിചരിക്കുന്നത്, അതിനേക്കാളും അപ്പുറമാണ് ലേഖ മഹിയെ പരിചരിക്കുന്നത്. ഉറ്റ സുഹൃത്ത് എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളില്ലാത്ത തങ്ങളിലേക്ക് തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞായിട്ട് ജനിക്കാൻ പോകുന്ന ആ ഒരു സന്തോഷമാണ് ലേഖയ്ക്കും അനന്തുവിനും ഉള്ളത്. അനന്തുവിനേക്കാളും ഒരല്പം കൂടുതൽ സ്നേഹവും കെയറിങ്ങും ഒക്കെ എപ്പോഴും ലേഖയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ലേഖയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ടാണ് ഇതുവരെ മഹിയെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം മഹിയെ ഇന്ന് 7-ാം മാസത്തെ ചടങ്ങ് ചെയ്യാനായിട്ട് കമലേശ്വരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടാകുന്നു. താൻ സൂക്ഷിക്കണം, അവിടുന്ന് എന്ത് ഫുഡ് തന്നാലും മഞ്ജു ഉണ്ടാക്കി തരുന്നത് മാത്രമേ കഴിക്കാവൂ. അറിയാമല്ലോ, കൂടെ നിൽക്കുന്നതെല്ലാം ശത്രുക്കളാണ്. കണ്ണേട്ടൻ്റെ കുഞ്ഞാണ് തൻ്റെ വയറ്റിൽ വളരുന്നത് എന്ന സത്യം അറിഞ്ഞതിന് ശേഷം അവർക്കൊക്കെ മഹിയോട് നല്ല ദേഷ്യവും വിരോധവും ഉണ്ട്. അതുകൊണ്ട് ഏത് വിധത്തിലും നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് വരാം, സൂക്ഷിക്കണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ലേഖയെ, ഞാനതെല്ലാം ശ്രദ്ധിച്ചോളാം. പിന്നെ മഞ്ജുവും സാഗറൊക്കെ അവിടെ ഉണ്ടല്ലോ, അതാ എനിക്കൊരാശ്വാസം എന്ന് പറഞ്ഞ് മഹിയാണെങ്കിൽ കാറിൽ കയറി പോകുമ്പോഴത്തേക്കും ലേഖ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നു. അത് കണ്ടിട്ട് അനന്ത് പറയുന്നു, താൻ എന്തിനാ സങ്കടപ്പെടുന്നത്? ചടങ്ങ് കഴിഞ്ഞ് അധികം താമസിക്കാതെ മഹി ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത്, അതല്ലേ നമ്മുടെയൊക്കെ പ്ലാൻ. അതല്ല അനന്തു ഏട്ടാ, ചടങ്ങ് പ്രകാരം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ചടങ്ങുകൾ കഴിഞ്ഞ് ഭാര്യയുടെ വീട്ടിലേക്കാണ് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇനി അങ്ങനെയെങ്ങാനും മതിയെന്ന് കണ്ണേട്ടനും അതുപോലെ മഹിയും മോഹിനി അമ്മയ്ക്ക് തീരുമാനിക്കുമോ? ഇപ്പോഴാണെങ്കിൽ പ്രതാപന് മഹിയോട് യാതൊരു പിണക്കവും പരിഭവവും ഇല്ല. സ്വന്തം മോളേക്കാൾ ഇപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്നത് മഹിയാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. എങ്കിലും കണ്ണൻ അങ്ങനെ തീരുമാനിക്കില്ല. കണ്ണൻ തീരുമാനിച്ചാലും മഹി അതിന് സമ്മതം പറയില്ല. താൻ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞ് ലേഖയെ സമാധാനിപ്പിക്കുന്നുണ്ട് അനന്തു. അങ്ങനെ മഹിയാണെങ്കിൽ വീണ്ടും കമലേശ്വരം തറവാട്ടിലേക്ക് വരുന്നത് പ്രമാണിച്ച് മഹിക്കായിട്ടുള്ള ഫുഡ് റെഡിയാക്കി കൊടുക്കാനും ചടങ്ങുകൾ ഗംഭീരമായിട്ട് നടത്താനും എല്ലാം കണ്ണേട്ടന് സഹായമായിട്ട് മഞ്ജുവും സാഗറും എത്തിക്കഴിഞ്ഞു. ദുർഗയും ഉണ്ണിയും ഒരു കാരണവശാലും ഈ ചടങ്ങിന് അവരുടെ പൂർണ്ണ സപ്പോർട്ടോ പിന്തുണയോ സഹായമോ ഒന്നും കാണില്ല. കാരണം അവരെ സംബന്ധിച്ച് കണ്ണൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. സ്വത്തിന് ഒരു അനന്തരാവകാശി ഉണ്ടാകുന്നു, അത് തങ്ങൾക്ക് തന്നെയാണ് വിനയുണ്ടാക്കുന്നത്. തങ്ങളുടെ കുഞ്ഞായിരിക്കണം കണ്ണൻ്റെ എല്ലാ സ്വത്തും അനുഭവിക്കേണ്ടേ എന്നൊക്കെ ആശിച്ചിരുന്നവർക്ക് ഒരു വലിയ തിരിച്ചടിയല്ലേ കിട്ടിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ സന്തോഷത്തോടെ ഈ ചടങ്ങുകളൊക്കെ കൂടെ നിന്ന് ഭംഗിയായിട്ട് നടത്തും? അപ്പം മഞ്ജു വന്ന് ദുർഗയോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇന്ന് 7-ാം മാസത്തെ ചടങ്ങുകൾ ചെയ്യാനായിട്ട് മഹാലക്ഷ്മി ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വരും. അമ്മയും ഏട്ടനും കൂടി ചേർന്ന് ആ പാവത്തിനെ ഉപദ്രവിക്കരുത്, ഫുഡിലൊന്നും കയറി വിഷം കലർത്തി കൊടുക്കരുത്. നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനുണ്ടാക്കിയ ഫുഡ് കഴിച്ചല്ലേ നിങ്ങളെല്ലാവരും ഇവിടെ താമസിച്ചത്. അന്നത്തെ പോലെ അല്ലല്ലോ അമ്മയുടെ സ്വഭാവം ഇപ്പോഴും. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പോലും ഇല്ലാതാക്കിയത് അമ്മ തന്നെയല്ലേ. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം സാഗർ പറയുന്നുണ്ട്, മഞ്ജു വേണ്ട, നല്ലൊരു ദിവസമായിട്ട് ചടങ്ങുകൾ നടക്കാൻ പോകുന്ന സമയത്ത് വഴക്ക് വേണ്ട, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറയുമ്പം, ഓ നിനക്ക് എപ്പോഴും അകത്തിരുന്നാൽ മതിയല്ലേ, അത് മോഹിച്ചാൽ നീ ഇവളെ സ്വന്തമാക്കിയെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ സ്വത്തും പണമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നീ എൻ്റെ മോളെ ഉപേക്ഷിച്ച് പോവോടാ എന്ന് പറയുമ്പോൾ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനങ്ങ് സഹിച്ചോളാം പോരേന്ന് ചോദിച്ച് മഞ്ജു ആണെങ്കിൽ സാഗറിനെയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം പ്രതാപനാണെങ്കിൽ മോഹിനി അമ്മയോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്, 7-ാം മാസത്തെ ചടങ്ങുകൾക്ക് ശേഷം മഹാലക്ഷ്മി മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി, അതാണല്ലോ നാട്ടുനടപ്പ് പ്രകാരം ചടങ്ങും. അങ്ങനെ വന്നു കഴിയുമ്പോൾ മോളെ കാണാൻ എന്തായാലും കണ്ണൻ വരാതിരിക്കില്ല. അങ്ങനെ കണ്ണൻ വരുമ്പോൾ അവൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നുള്ള സത്യം വിളിച്ചു പറയാമല്ലോ. ഇവനെയും കൊണ്ടൊരു വല്ലാത്ത ശല്യമാണല്ലോ. ഇവൻ്റെ ചില സമയത്ത് സംസാരം കേട്ട് കഴിഞ്ഞാൽ മകനാണെന്ന് നോക്കാൻ പോലും തോന്നില്ല, അടിച്ചങ്ങ് ശരിയാക്കാൻ തോന്നും. ദേ മോഹിനി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവൻ പലതും പറയും. അത് കേട്ടുകൊണ്ട് മഹാലക്ഷ്മിയെ കൂട്ടി ഇങ്ങോട്ടേക്കൊന്നും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എല്ലാവർക്കും കൂടി അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീത് കൊടുക്കുന്നുണ്ട്. അപ്പം മോഹിനിയമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുവാണ്. പ്രതാപൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കാരണം എന്ത് വേണമെന്നറിയാൻ വയ്യാതെ, ഏത് നിമിഷവും കണ്ണനും അതുപോലെ ഉണ്ണിയൊക്കെ സത്യം അറിയില്ലേ എന്നുള്ള പേടിയുണ്ട്. 7-ാം മാസത്തെ ചടങ്ങുകൾ ഗംഭീരമായിട്ട് നടക്കാനുള്ള എല്ലാ
തയ്യാറെടുപ്പുകൾ നടക്കുന്ന സമയത്ത് വിശ്വനാഥൻ്റെ ആത്മാവ് പ്രതാപനെ മാത്രമല്ല ഇത്തവണ വാമദേവൻ്റെ പിന്നാലെയും ശല്യമായിട്ട് ചെല്ലുന്നുണ്ട്. അയാളെ പിന്തുടർന്ന് ആക്രമിക്കുന്നു എന്ന് തന്നെ പറയാം. സത്യങ്ങൾ എല്ലാവരും അറിയേണ്ട സമയമായിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ആത്മാവ് മരണത്തിന് കാരണമായ എല്ലാവരെയും പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു. പ്രധാനമായും പ്രതാപനെയും വാമദേവനെയും. അങ്ങനെ സത്യങ്ങൾ അധികം താമസിക്കാതെ എല്ലാവരും അറിയും. അപ്പം എങ്ങനെയായിരിക്കും കണ്ണൻ മഹിയോട് പ്രതികരിക്കുക, പ്രതാപനോടും വാമദേവനോടും പ്രതികരിക്കുക? ചിലപ്പം ആദ്യം സത്യം അറിയാൻ പോകുന്നത് പ്രതാപനാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നത് എന്ന് മാത്രമായിരിക്കും. വാമദേവൻ്റെ കാര്യം പിന്നീടായിരിക്കും എല്ലാവരും അറിയാൻ പോകുന്നേ. കാത്തിരിക്കാം.